KCB വർക്കർ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഞാൻ ഏത് വീഡിയോ ചെയ്തു കഴിഞ്ഞാലും ആ വീഡിയോയുടെ താഴെ ഒരുപാട് നെഗറ്റീവ് കമൻസുകൾ വരാറുണ്ടായിരുന്നു. നോട്ടിഫിക്കേഷൻ വന്നോ, നോട്ടിഫിക്കേഷൻ വരുമോ, നോട്ടിഫിക്കേഷൻ വരില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് KCB വർക്കർ നോട്ടിഫിക്കേഷൻ ഏപ്രിൽ 30 എന്നുള്ളത് ഒഫീഷ്യലി കൺഫേം ആയിരിക്കുകയാണ്. അതായത് KCBയുടെ വർക്കർ പോസ്റ്റ് നമ്മൾ ഒരുപാട് വീഡിയോസ് ഇതുമായി റിലേറ്റഡ് ആയി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ KCB വർക്കറിന്റെ ഒഫീഷ്യലി ഏപ്രിൽ 30 നോട്ടിഫിക്കേഷൻ വരാൻ പോവാണ്. നോട്ടിഫിക്കേഷനിൽ 985 വേക്കൻസീസ് ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പം നമ്മൾ എന്ത് ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഒഫീഷ്യലി പബ്ലിഷ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ക്രമ നമ്പർ PR 1318144 എന്ന് പറയുന്ന ഗവൺമെന്റ് ഓർഡർ പ്രകാരം, അതായത് PSCയുടെ ഒരു യോഗ തീരുമാനമായിട്ടാണ് വന്നിരിക്കുന്നത്. 2026 ഏപ്രിൽ 20, അതായത് ഇന്നലെ ചേർന്നിട്ടുള്ള PSC കമ്മീഷൻ തീരുമാനമാണ് നമ്മൾ പറയാൻ പോകുന്നത്. KCBയിൽ ഇലക്ട്രിസിറ്റി വർക്കർ ഉൾപ്പെടെ വിവിധ തസ്തികകളിലേക്ക് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും. വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 30 ആയിരിക്കും. ഓക്കെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഞാൻ ഇതിലെ മറ്റു പോസ്റ്റുകളെ കുറിച്ച് പറയുന്നില്ല, നമുക്ക് റെലവെന്റ് ആയിട്ടുള്ള നമ്മുടെ ടെക്നിക്കൽ ബ്രാഞ്ചസിലുള്ള പോസ്റ്റുകൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് വിവിധ ജില്ലകളിൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിൽ ഇലക്ട്രിസിറ്റി വർക്കർ എന്ന് തന്നെയാണ്. വിവിധ ജില്ലകളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാ ജില്ലകളിലും റിക്രൂട്ട്മെന്റ് നടക്കും. കാരണം ഇതിന് തൊട്ട് മുന്നേ ആയിട്ട് 985 വേക്കൻസി PSCക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നോട്ടീസ് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ജില്ലകളിലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഈ ഏപ്രിൽ 30 നോട്ടിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് കാണുന്നത്. കാരണം അതിൽ കുറച്ചധികം ക്യൂരിയോസിറ്റി ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ക്വാളിഫിക്കേഷൻ മാറിയ ശേഷം വരുന്ന ആദ്യത്തെ നോട്ടിഫിക്കേഷൻ ആണ്. മുമ്പ് SSLC ഫെയിൽ ആയിരുന്നു, എന്നാൽ ഇപ്പോൾ ഇലക്ട്രിസിറ്റി ഓർ വയർമാൻ ആണ് പറഞ്ഞിരിക്കുന്നത്, 2 ഇയർ ITI പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ ഡിപ്ലോമക്കാർ എലിജിബിൾ ആണോ, ബിടെക്കാർ എലിജിബിൾ ആണോ, എന്തെല്ലാമാണ് ഇതിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്നുള്ളത് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഏപ്രിൽ 30 ഒഫീഷ്യലി നോട്ടിഫിക്കേഷൻ വരും എന്നുള്ളത് കൺഫേം ആയിരിക്കുകയാണ്. ഇനിയും നിങ്ങൾ ഈ എക്സാമിന് വേണ്ടി പഠിക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് ഏറ്റവും മികച്ച അവസരങ്ങളിൽ ഒന്ന് തന്നെയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസ് ഓൾറെഡി നമ്മൾ പല വീഡിയോസിൽ പറഞ്ഞതാണ്. നിലവിൽ, അതായത് മുമ്പുണ്ടായിരുന്നത് SSLC ഫെയിൽ 4th സ്റ്റാൻഡേർഡ് പാസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എ പാസ് ഇൻ SSLC ഓർ ഇറ്റ്സ് ഇക്വലന്റ് പറഞ്ഞിട്ടുണ്ട്. SSLC ഓർ ഇറ്റ്സ് ഇക്വലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ITI പാസ് ആയി കഴിഞ്ഞാലും അതിന് ഇക്വലന്റ് തന്നെയാണ്. അതിൽ ടെക്നിക്കൽ ട്രേഡ് പറഞ്ഞിരിക്കുന്നത് ഗവൺമെന്റ് അപ്രൂവ്ഡ് 2 ഇയർ നാഷണൽ ഓർ സ്റ്റേറ്റ്, അപ്പം നാഷണൽ മാത്രമല്ല സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റും ഇവിടെ വാലിഡ് ആണ്. ഇൻ ഇലക്ട്രീഷ്യൻ ഓർ വയർമാൻ ആണ്. ഇതാണ് കൺഫേം ആയിട്ടുള്ള കാര്യം. ഇനി ഞാൻ പറഞ്ഞു ഡിപ്ലോമക്കാർ പറ്റുമോ, ബിടെക്കാർ പറ്റുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ, അതായത് ഏപ്രിൽ 30 നോട്ടിഫിക്കേഷന് ശേഷം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിക്കാം. ഇവിടെ ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത് 157 ആണ് മെയിൽ കാൻഡിഡേറ്റിന്, ഫീമെയിൽ കാൻഡിഡേറ്റിന് 144 ആണ്. വിഷൻ സ്റ്റാൻഡേർഡ് പറഞ്ഞിരിക്കുന്നത് നോർമൽ വിഷൻ, സ്ട്രിക്ട്ലി ഫ്രീ ഫ്രം കളർ ബ്ലൈൻഡ്നെസ് എന്ന് മാത്രമേ അവിടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ളൂ. അതിനർത്ഥം സ്പെക്സ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള സംശയം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും, യാതൊരു ഇഷ്യൂസും ഇല്ല. പക്ഷെ നിങ്ങൾ എന്തായിരിക്കണം, സ്ട്രിക്ട്ലി ഫ്രീ ഫ്രം കളർ ബ്ലൈൻഡ്നെസ് എന്നുള്ള ആ ഒരു ക്രൈറ്റീരിയ, കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അല്ലാണ്ട് നിങ്ങളുടെ മെഡിക്കൽ വിഷൻ നോക്കുന്ന സമയത്ത് 6/6 വിത്തൗട്ട് ഗ്ലാസ് ഒന്നും ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. നോർമൽ വിഷൻ അത് നിങ്ങൾ വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് തന്നെ ആയിരിക്കും. അതേപോലെ സ്ട്രിക്ട്ലി ഫ്രീ ഫ്രം കളർ ബ്ലൈൻഡ്നെസ് എന്നുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഭാഗം നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ അപ്ലിക്കേഷൻ വരുന്ന സമയത്ത് ചാടി കയറി ഒരു പോസ്റ്റിലേക്ക് ഒരു ജില്ലയിൽ കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് വലിയൊരു അവസരമായിരിക്കും. അതായത് നിങ്ങൾ ഒരുപാട് ലൈഫിൽ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു ഡിസിഷൻ ആയിട്ട് മാറും. എന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് 985 വേക്കൻസീസ് ആണ് ഇപ്പം നിലവിലുള്ളത്. അതായത് 985 വേക്കൻസിയാണ് PSCക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത് തന്നെയാണ് പബ്ലിഷ് ചെയ്യുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതാണ് റിപ്പോർട്ട് ചെയ്യാൻ KCB എന്ത് ചെയ്തിട്ടുള്ളത്, ഒഫീഷ്യലി PSCക്ക് കൈമാറിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് എറണാകുളത്ത് നോക്കുകയാണെങ്കിൽ 139 ഒഴിവുകളുണ്ട്. അതേസമയം പത്തനംതിട്ട നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 24 ഒഴിവുകൾ മാത്രമാണ് പത്തനംതിട്ടയിലുള്ളത്. അതുപോലെ വയനാട് 26 ആണ്, കാസർഗോഡ് 32 ആണ്. എന്നാൽ കോഴിക്കോട് നോക്കുകയാണെങ്കിൽ 117 ഉണ്ട്, ട്രിവാൻഡ്രത്ത് 101 ഉണ്ട്, ഇടുക്കിയിൽ 96 ഉണ്ട്. ബാക്കിയുള്ള ജില്ലകൾ നമുക്ക് നോക്കുകയാണെങ്കിൽ കണ്ണൂർ, ആലപ്പുഴ, പാലക്കാട്, കോട്ടയമൊക്കെ 70, 73, 60, 68, 64, 62 എന്നിങ്ങനെയാണ്. കൊല്ലം നോക്കുകയാണെങ്കിൽ 49 ആണുള്ളത്. അതായത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
സാധാരണ രീതിയിൽ ജില്ലാതല നിയമനങ്ങളിൽ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് വേക്കൻസി കൂടുതലുള്ള ജില്ലകൾ നോക്കി കൊടുക്കുക എന്ന് പറയുന്നത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജോലി ലഭിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പുതിയ അമെൻമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ പത്തനംതിട്ടയിലുള്ള ഒരാൾ ചിന്തിക്കുകയാണ്, എനിക്ക് കുറച്ച് ദൂരമല്ലേ എറണാകുളത്തേക്കുള്ളൂ, എന്നാൽ എറണാകുളത്ത് പോയിട്ട് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം, കാരണം അവിടെ 139 ഒഴിവുകൾ വന്നിട്ടുണ്ടല്ലോ എന്ന് കരുതിയിട്ട്. എന്നാൽ അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ ചിന്തിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് പതുക്കെ നമുക്ക് ട്രാൻസ്ഫർ വാങ്ങി പത്തനംതിട്ടയിലേക്ക് തിരിച്ചു വരാമെന്നായിരിക്കും. എന്നാൽ പുതിയ നിയമപ്രകാരം, പുതിയ അമെൻമെന്റ് പ്രകാരം നിങ്ങൾ പത്തനംതിട്ടയിലാണ് ജോലിയിൽ പ്രവേശിക്കുന്നതെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ വർക്ക് ചെയ്യേണ്ടി വരും, നിങ്ങൾക്ക് ട്രാൻസ്ഫർ നൽകരുത് എന്നുള്ളതാണ് പുതിയ അമെൻമെന്റ്. അപ്പോൾ ജില്ല സെലക്ട് ചെയ്യുന്ന സമയത്ത് വളരെ കെയർഫുൾ ആയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യണം. കാരണം നമ്മൾ ലൈഫ് ലോങ് നമ്മൾ ഒരുപാട് യാത്രകളുമായിട്ട് നമ്മുടെ ലൈഫിൽ ഒരുപാട് സമയം നഷ്ടപ്പെടുത്തേണ്ടി വരും. അതായത് നിങ്ങളിപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ വയനാടുള്ള ഒരാൾ എന്ത് ചെയ്യാണ്, എറണാകുളം കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യാണ്. അയാൾ സ്ഥിരമായിട്ട് അങ്ങോട്ട് യാത്ര ചെയ്യേണ്ടി വരും അല്ലെ, അയാളുടെ ജോലി ആവശ്യത്തിന് തിരിച്ച് ഫാമിലിയിലേക്കൊക്കെ. അപ്പോൾ നമ്മൾ ജില്ല സെലക്ട് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഏപ്രിൽ 30 വരുന്ന നോട്ടിഫിക്കേഷൻ്റെ കറക്റ്റ് എക്സാക്റ്റ് ആയിട്ടുള്ള വേക്കൻസി ഇതുകൂടി വന്നതിന് ശേഷം നമ്മൾ എവിടെയാണ് ഒരു ജില്ല സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത്, നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ജില്ല സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പോയിന്റ് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ ചാടി കയറിയിട്ട് ഏതെങ്കിലും ഒരു ജില്ലയെ കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യുന്ന രീതി ചെയ്യരുത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ നിലവിലെ KSEBയുടെ പുതിയ അപ്ഡേറ്റ് പ്രകാരം വന്നിരിക്കുന്ന പുതിയൊരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് മാൻഡേറ്ററി പോൾ ക്ലൈംബിംഗ് സ്കിൽ ടെസ്റ്റ് കൂടി ഇതിൽ വന്നിട്ടുണ്ട്. അതായത് 8 മിനിറ്റ് കൊണ്ട് 9 മീറ്റർ എന്ത് ചെയ്യാണ്ട് ക്ലൈംബ് ചെയ്യുന്ന ഒരു എക്സസൈസ് കൂടി ഇതിൽ, അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് കൂടി ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും ആ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഓവർകം ചെയ്യേണ്ടി വരും. അതേപോലെ ഇലക്ട്രിസിറ്റി വർക്കർ പോസ്റ്റിലുള്ള ആളുകൾക്ക് പിന്നീടുള്ള പ്രൊമോഷൻ സാധ്യത വഴി ലൈൻമാൻ പോസ്റ്റിലേക്കൊക്കെ പ്രൊമോഷൻ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് KSEB വർക്കർ എന്ന് പറയുന്നത്. അത് വൈ ലൈൻമാൻ പോസ്റ്റിലേക്കും അതുവഴി ഇന്റേണൽ എക്സാംസിലൂടെ നിങ്ങൾക്ക് ഹയർ പോസ്റ്റുകളിലേക്ക് പോകാൻ പറ്റും. ഇപ്പോൾ കേരള PSCയുടെ ഈ ഒരു വർക്കർ പോസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു ടൈം ലൈൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെബ്രുവരി 4, അതായത് ഈ വർഷത്തെ ഫെബ്രുവരി 4 ഒരു ഫുൾ ടൈം ഡയറക്ടർ പാസ് ദ റെസൊല്യൂഷൻ ടു അമെൻമെന്റ് ദ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ആൻഡ് മാൻഡേറ്റ് ദ 9 മീറ്റർ ക്ലൈംബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രൈറ്റീരിയ വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഫെബ്രുവരി 4 വന്നത്. നമ്മൾ ആ ഒരു സമയത്താണ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. നോട്ടിഫിക്കേഷൻ ഉടൻ വരും എന്നൊക്കെ പറഞ്ഞായിരുന്നു ഞാൻ അന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ വീഡിയോയുടെ താഴെ കമന്റ്സ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇത് നോട്ടിഫിക്കേഷൻ ഒന്നും വരാൻ പോകുന്നില്ല, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഓപ്പർച്യൂണിറ്റി ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ നേരത്തെ സ്റ്റാർട്ട് ചെയ്യൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അന്ന് തന്നെ ജോയിൻ ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ എൻട്രിയിൽ ഫെബ്രുവരി 4 ഈ വന്ന അമെൻമെന്റിന് പിന്നാലെ തന്നെ ജോയിൻ ചെയ്ത് പഠിച്ചുകൊണ്ട് എക്സാമിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ നിങ്ങളും അവരുടെ ഒരാളായിട്ട് മാറണം. അതായത് ഇനിയുള്ള ദിവസങ്ങൾ ഒരിക്കലും നിങ്ങൾ മാറ്റിവെക്കരുത്. കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയോട് കൂടി പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എൻട്രിയോടൊപ്പം നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള ഈ ഒരു നമ്പറിലോ അല്ലെങ്കിൽ ഈ ഒരു ഗൂഗിൾ ഫോമിലോ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നീട് വന്നൊരു കാര്യമാണ് മാർച്ച് 5 അതായത് 985 വേക്കൻസീസ് PSCക്ക് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളത്. അതായത് മാർച്ച് 5 വന്ന റെസൊല്യൂഷൻ. ഇനി വന്നിരിക്കുന്നതാണ്, അതായത് ഇന്നലെ വന്നിരിക്കുന്നു, ഏപ്രിൽ 20 വന്നിരിക്കുന്ന ഈ ഒരു കേരള PSCയുടെ മീറ്റിംഗ് ഒഫീഷ്യലി പറഞ്ഞിരിക്കുകയാണ് ഏപ്രിൽ 30 ഈ ഒരു നോട്ടിഫിക്കേഷൻ വരാൻ പോകുക എന്നുള്ളത്. ഓക്കെ, ഏപ്രിൽ 30 എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിട്ട് മാറാണ്. സോ ആ ഒരു ഡേറ്റിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഏത് ജില്ല സെലക്ട് ചെയ്യണം, എങ്ങനെ സെലക്ട് ചെയ്യണം, എക്സാം എങ്ങനെയായിരിക്കും വരാൻ പോകുന്നത്, ലെവൽ ഓഫ് എക്സാം എന്തായിരിക്കും, ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ദിവസം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ക്രാക്ക് ചെയ്യുക. 2026 ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കാൻ പോകുന്ന ഏറ്റവും മികച്ച ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് KSEB വർക്കർ തസ്തിക എന്ന് പറയുന്നത്. ഡിപ്ലോമക്കാരും ബിടെക്കാരും എലിജിബിൾ ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ഏപ്രിൽ 30 നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിൽ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ എന്തൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാനും ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുകൾ ഏറ്റവും ആദ്യം നിങ്ങളിലേക്ക് എത്തിക്കുന്ന പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഈ ഒരു അവസരം ഒരാൾ പോലും അറിയാതെ പോകരുത്. പരമാവധി ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.